പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൻ്റെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2021 മാർച്ച് മാസം 2-ാം തീയതി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള 5 കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് നാളെ സംയുക്ത വാഹന പണിമുടക്കാണ് നടക്കാനിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഈ പണിമുടക്കുള്ളത്. ബസ്, അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ, ടാക്സി, KSRTC സർവീസുകൾ വരെ മുടങ്ങുമെന്നാണ് അറിയാൻ സാധിച്ചത്. പെട്രോൾ, ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ചാണ് ഈ സംയുക്ത വാഹന പണിമുടക്ക് നടക്കുന്നത്. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, ഈ സംയുക്ത വാഹന പണിമുടക്കിനെ തുടർന്നുകൊണ്ട് യൂണിവേഴ്സിറ്റികളിലെ പരീക്ഷകളും നിരവധി പരീക്ഷകൾ മാറ്റിവെക്കുന്നുണ്ട്. ഇതിൽ കേരളത്തിലെ ഒട്ടുമിക്ക വിദ്യാർത്ഥികളെയും ബാധിക്കുന്ന പ്രാധാന്യമുള്ള പരീക്ഷകളായ ഹയർ സെക്കൻഡറി, SSLC, അതോടൊപ്പം തന്നെ VHC ഈ മേഖലയിലുള്ള മോഡൽ പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. നാളെ നടക്കാനിരുന്ന ഈ മോഡൽ പരീക്ഷകൾ മാർച്ച് മാസം 8-ാം തീയതിയിലേക്കാണ് മാറ്റിവെച്ചത് എന്നാണ് അറിയാൻ സാധിച്ചത്. മൂന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രാധാന്യമുള്ള കാര്യം, ഇന്നും ഗ്യാസ് സിലിണ്ടറിൻ്റെ വില വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് രാജ്യത്ത് പെട്രോൾ, ഡീസൽ വില വർധനവ് കുതിച്ചുയരുകയാണ്. ഇതിൻ്റെ പിന്നിൽ തന്നെ ഓടുകയാണ് ഗ്യാസ് സിലിണ്ടറിൻ്റെയും വില എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാർ ജനങ്ങളോട് ചെയ്യുന്നത് വളരെ ക്രൂരവും അതോടൊപ്പം തന്നെ വഞ്ചനാപരമായ ഒരു സമീപനമാണ്. സാധാരണക്കാർക്ക് നട്ടലൊടിക്കുന്ന ഒരു തീരുമാനമാണ് ഇത്തരത്തിൽ അടിക്കടി ഉണ്ടാകുന്ന വില വർധനവെന്ന് പറയുന്നത്. 2020 ഡിസംബർ മാസത്തിൽ ആദ്യ തവണയും അതോടൊപ്പം തന്നെ 16-ാം തീയതിയും 2 ദിവസങ്ങളിലായി 50 രൂപ വർദ്ധിപ്പിച്ച് 100 രൂപയാണ് ഡിസംബർ മാസത്തിൽ അവർ കൂട്ടിയത്. പിന്നീട് ഫെബ്രുവരി മാസത്തിലേക്ക് വരികയാണ് എങ്കിൽ ആദ്യ വാരത്തിൽ 25 രൂപ വർദ്ധിപ്പിച്ചു. പിന്നീട് 14-ാം തീയതി 50 രൂപ വർദ്ധിപ്പിച്ചു. പിന്നീട് 25-ാം തീയതി 25 രൂപയും വർദ്ധിപ്പിച്ചു. ഇങ്ങനെ 100 രൂപയാണ് ഫെബ്രുവരി മാസത്തിലും ഇവർ വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ മാർച്ച് മാസം ആരംഭിക്കുകയാണ്. 1-ാം തീയതിയായ ഇന്നേ ദിവസം തന്നെ 25 രൂപയാണ് സിലിണ്ടറിന് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ രസകരമായ മറ്റൊരു വശം, ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്ന ആളുകൾക്ക് സബ്സിഡി ലഭിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി കൊണ്ട് ആളുകളുടെ അക്കൗണ്ടിലേക്ക് ഈ സബ്സിഡി എത്തുന്നില്ല. അവർ ചെലവഴിക്കുന്ന പണം എന്താണ് സബ്സിഡി ആകുന്നത്, അതല്ലെങ്കിൽ സബ്സിഡി ഇനി ഉണ്ടാകുമോ, ഇത് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമോ എന്ന കാര്യത്തിലൊന്നും ഒരു മറുപടിയുമില്ല. തീർത്തും കൊള്ളയടിച്ചു പോകുന്ന, അതല്ലെങ്കിൽ എണ്ണ കമ്പനികളുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന സർക്കാരായിട്ട് കേന്ദ്ര സർക്കാർ മാറുന്നു എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് സബ്സിഡികൾ ഇല്ലാതെയാകുന്നു, അടിക്കടിയായിക്കൊണ്ട് ഗ്യാസ് സിലിണ്ടറിൻ്റെ വില വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമെന്ന് പറയുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നമ്മുടെയൊക്കെ ഇടയിൽ നിന്ന് ഉയർന്നു വരൽ വളരെ ആവശ്യമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നാലാമതായി മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, 5 ദിവസത്തിന് ശേഷം സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട്. 280 രൂപയാണ് പവന് വർദ്ധിച്ചത്. അപ്പോൾ 34,440 രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന് ഇപ്പോൾ നിങ്ങൾ വില നൽകേണ്ടി വരുന്നത്. അഞ്ചാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രാധാന്യമുള്ള കാര്യം, മാർച്ച് മാസം പകുതിയോട് കൂടിയിട്ട് SSLC +2 പരീക്ഷകൾ നടത്തുമെന്ന് കേരള സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു. ഇത് ഏപ്രിൽ മാസത്തിലേക്ക് മാറാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് പ്രമുഖ അധ്യാപക സംഘടനകളെല്ലാം ഇത് ഏപ്രിൽ മാസത്തിലേക്ക് മാറ്റണമെന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപായി ഒരു പരീക്ഷ നടത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഡ്യൂട്ടി ചെയ്യേണ്ട ആളുകൾ തന്നെയാണ് ഈ പരീക്ഷയുടെ ഡ്യൂട്ടിയും ഏറ്റെടുക്കേണ്ടത്. ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ SSLC +2 പരീക്ഷകൾ നടത്തണമെന്നാണ് ഈ അധ്യാപക സംഘടനകൾ നൽകിയ അപേക്ഷയിൽ പറയുന്നത്. അപേക്ഷ പരിഗണിക്കുകയാണ് എങ്കിൽ മാർച്ച് മാസത്തിൽ നടക്കാനിരിക്കുന്ന ഈ പരീക്ഷകൾ സ്വാഭാവികമായിട്ടും ഏപ്രിൽ മാസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ആരംഭിക്കുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായ ഒരു അറിയിപ്പൊന്നും സംസ്ഥാന സർക്കാരിൽ നിന്നോ അതല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നോ നമുക്ക് ലഭിച്ചിട്ടില്ല. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ നിത്യജീവിതത്തിൽ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.